നമസ്കാരം, എല്ലാവർക്കും സച്ചോസ് ടേസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇതാണ് തുമ്പ. ഈ തുമ്പപ്പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തുമ്പ പാട്ട് കേട്ടിട്ടുണ്ടല്ലേ? ഭഗവാൻ ശിവന് ഇഷ്ടമുള്ള പൂക്കളിലൊന്ന്. ഞാൻ എൻ്റെ ഇലയെല്ലാം നുള്ളിയെടുത്തു. കുറച്ച് പൂക്കളും കിട്ടിയിട്ടുണ്ട്, അതൊക്കെ നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇലയെല്ലാം മാത്രമാക്കി ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കും. അതിൻ്റെ 3 ഭാഗം മാത്രമാണ് കഴുകി വൃത്തിയാക്കി. കഴുകിയ ഇലയെല്ലാം അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റെയിനറിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വെച്ച് കൊടുക്കാം. കുറച്ച് നേരം അതിലിരിക്കട്ടെ, അപ്പോൾ ആ വെള്ളമൊക്കെ മാറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തു. ചിരികി തേങ്ങയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പാല് എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ അടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇലയെല്ലാം നുള്ളി എടുത്തത് അത് കഴുകി വൃത്തിയാക്കി മിക്സിയിലേക്ക് ഇട്ടു. അതിനത് അരച്ച് റെഡിയാക്കി എടുത്തു. ഇത് ഇനി നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് കരിപ്പട്ടിയാണ്. കരിപ്പട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനൊന്ന് പൊടിച്ചെടുക്കാം. അത് പൊടിച്ചെടുത്തപ്പോൾ ഒരു 1/4 കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങാപ്പാലും പച്ചര അരച്ചതും കരിപ്പട്ടിയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രം എടുത്തു. അതിലേക്ക് ഈ പച്ചരച്ചാറ് ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കാം. 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കരിപ്പട്ടിയും സ്റ്റൗവിലേക്ക് വെച്ച് തിളപ്പിച്ചെടുത്ത് ഒരു കട്ടിയുള്ള സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. 2ാം തേങ്ങാപ്പാലാണ് ആദ്യം ചേർത്തത്. ഇനി വേണ്ടത് അരിമാവാണ്. വറുത്ത അരിമാവാണ് ഇത്. 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ തിളയ്ക്കുന്ന ചിലയും കരിപ്പട്ടിയും തേങ്ങാപ്പാലും ഒഴിച്ച ആ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അരിമാവ് കലക്കിയത്, തേങ്ങാപ്പാൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂണിട്ട് ഉടൻ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ദേ കട്ടിയായിട്ട് വരും. തിളയ്ക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം വേവിച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് 1ാം തേങ്ങാപ്പാലാണ്. 1/2 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ തിളച്ച് കൊണ്ടിരിക്കുന്നത് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കണം. അത് കഴിഞ്ഞ് ചെറു ചൂടോടുകൂടി ഇത് നമുക്ക് കഴിക്കാൻ സാധിക്കും. ഇതിന് ഒത്തിരി അരിമാവ് ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മതി. ഒത്തിരി അരിമാവ് ചേർത്താൽ അലുവ പോലെയാവും. ഇതാകുമ്പോൾ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ സാധിക്കും. ഇതേപോലെ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഒത്തിരി ഉണ്ട്. ഇത് മുലപ്പാൽ വർദ്ധിപ്പിക്കുകയും രക്തം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് പ്രസവാനന്തരം ഇത് നൽകിയിടുന്നു. കൂടാതെ പനി, ചുമ, ജലദോഷം, മഞ്ഞപ്പിത്തം, ചൊറി, ചുരങ്ങ് എന്നിങ്ങനെയുള്ള രോഗങ്ങളെ ശമിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ മുക്കുറ്റി, മലാനി അങ്ങനെയുള്ള പച്ചിലകളെല്ലാം ഇതുപോലെ കാച്ചിയെടുക്കാൻ സാധിക്കും.